ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണക്ക സ്രാവ് തേങ്ങ വറുത്തരച്ചൊരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഞാനൊക്കെ ചെറിയ കുട്ടിയുടെ സമയത്ത് ഞങ്ങളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഒന്ന് ചെയ്യാമെന്ന് കണ്ടാലോ. നമ്മൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് നമുക്ക് തേങ്ങ ആദ്യമേ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് തേങ്ങ വറുത്തെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിതുപോലെ 1 ടീസ്പൂണോളം പെരിഞ്ജീരകം, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളിയും അതുപോലെ 1-2 ചുള വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിതേപോലെ ഒരു മുറി തേങ്ങ ഒന്ന് ചിരകി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എത്രത്തോളം കറി ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കണം. ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഞാൻ ചെറിയ 2 സ്രാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഞാൻ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആദ്യം തന്നെ നമ്മൾ തീയൊന്നും കൂട്ടി വെച്ച് അടി കരിയിച്ചെടുക്കരുത്. അത് മാത്രമല്ല, ഇത് വറക്കുമ്പോൾ എപ്പോഴും ചീനച്ചട്ടി നല്ല കട്ടിയുള്ള ചീനച്ചട്ടി തന്നെ എടുക്കണം കേട്ടോ. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും ഞാനിത് കഴിഞ്ഞ ദിവസം തന്നെ തൊലി കളഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയാണ്. ഇതൊരു 250 ഗ്രാമോളം 250-300 ഗ്രാമോളം ചെറിയ ഉള്ളിയുണ്ട്. പിന്നെ ഇതാ ഞാൻ വെളുത്തുള്ളി ഇതേപോലെ ഒരു 6-7 വലിയ വെളുത്തുള്ളി കേട്ടോ. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരുപാട് ചെറുതാക്കുന്നൊന്നുമില്ല, 2-3 പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ള 2 തക്കാളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി ഇതേപോലെ ഒരുപാട് ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ടില്ല, ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ചെറിയ ഉള്ളി പൊളിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അതിൽ വലിയ വലിയ ഉള്ളി ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ മറ്റേത് നമുക്ക് അതേപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കൊടുക്കണ്ട. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഏറ്റവും വലുത് മാത്രം നോക്കിയിട്ടൊന്ന് നടുക്ക് ഒരു കട്ടിങ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. കണ്ടില്ലേ, ചെറിയുള്ളി എന്തായാലും ഇത് 250-300 ഗ്രാമോളം തന്നെ നമ്മൾ എടുക്കണം. ചെറിയുള്ളിയാണ് ഈ കറീൻ്റെ ഹൈലൈറ്റ് ടേസ്റ്റ് കേട്ടോ. നമുക്ക് ഈ ഒരു കറി മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ പിന്നെ നമ്മൾ 2-3 ചെറിയൊരു ഉരുള പിന്നെ വാളംപുളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു കഷ്ണം കുടംപുളി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കണം, നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. ഈ തേങ്ങയ്ക്ക് ഒന്ന് വെള്ളമയമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഫ്ലെയിം കൂട്ടി കൊടുത്താൽ നമുക്ക് ആ വറുത്ത ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കരിഞ്ഞതല്ല, നന്നായിട്ട് മുരിഞ്ഞു വന്നതാണ്. ഇനി അഥവാ ഡ്രൈ ആവുകയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം നമുക്ക് വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണേ. ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അധികം എരിവൊന്നും വേണ്ട എന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. ഇനി എരിവ് വേണം എന്നുള്ളവർക്ക് സാധാ മുളക് പൊടി 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇനി ഇതിലേക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം ഈ ചട്ടിയിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി അതൊന്ന് ഡ്രൈ ആയി കിട്ടും. അതിനുശേഷം ഇതാ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലാണ് കേട്ടോ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ പോകുന്നത്. ഇത് തന്നെയാണ് നമ്മൾ കറി വയ്ക്കുമ്പം ഏതിലാണോ നമ്മൾ കറി വയ്ക്കുന്നത് അത് തന്നെ നമുക്ക് ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നിച്ച് വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതാ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്നൊന്ന് ശരിക്കൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ വെളുത്തുള്ളിയും ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ഉള്ളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം സ്രാവ് മീൻ എന്തായാലും ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ അത് വഴന്ന് വന്ന ശേഷം നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് സെറ്റാക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ, വറുത്ത് വെച്ച നമ്മുടെ നാളികേരമൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഒന്നും അധികം ചൂടാറിയിട്ടുമില്ല. അത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒറ്റ തുള്ളി വെള്ളം പോലും ഒഴിക്കരുത്. നമ്മൾ തീയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അരയ്ക്കുന്നത് പോലെ വെള്ളം ചേർക്കാതെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാക്കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ.
വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ആ കളറ് കിട്ടില്ല, നമുക്ക് ആ നാളികേരം വറുത്ത കളറ് കിട്ടില്ല, വെള്ള കളറായിപ്പോവും. വെള്ളയല്ലെങ്കിലും വേറൊരു കളറായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കാതെ അരയ്ക്കണം. ഇപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, തേങ്ങാ മിക്സ്, അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഈ ഉള്ളിയായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാവുമ്പം അവിടെ ഇവിടെയും കട്ട കുത്തി കിടക്കൂട്ടോ നാളികേരം. അപ്പം നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി നമുക്ക് ആ മിക്സിൻ്റെ ജാർ തന്നെ നമ്മൾ അതിൻ്റെ അടിവശത്തൊക്കെ പറ്റി പിടിച്ചതൊന്ന് കലക്കി നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ നാളികേരം ഉണ്ടല്ലോ, നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചതുകൊണ്ടാണ് ഈ ഒരു കളറ് കിട്ടിയത്. വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മഞ്ഞ കളറാവും വരിക കേട്ടോ. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി ഉണ്ടല്ലോ, ആ പുളി പിഴിഞ്ഞ വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് പുളി ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ പുളി പോരാണെങ്കിൽ കുറച്ചും കൂടി പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ആദ്യം തന്നെ ഒഴിക്കണ്ട, നമ്മൾ ഈ തക്കാളിയൊക്കെ ഇട്ടതുകൊണ്ട് അതിൽ പുളി ഉണ്ടാവും. ഇപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്തായാലും സ്രാവൊക്കെ ഇട്ട് ഒന്ന് വറ്റി വരും വെള്ളം. ഒരുപാട് ചാറുള്ള കറി അല്ല കേട്ടോ ഇത്, കുറച്ച് കുറുന്നനെയുള്ള ചാറാണ്. അപ്പോൾ ദാ നമ്മുടെ ചാറൊക്കെ ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് സ്രാവ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കരുത്. ഓൾറെഡി നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഉണക്കമീനായതുകൊണ്ട് അതിൽ നന്നായിട്ട് ഉപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കറി വാങ്ങുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് അപ്പോൾ മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് 2-3 മിനിറ്റ് ആയി. അപ്പോൾ ദാ കറിയൊക്കെ നല്ല അടിപൊളി മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മളെല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഉപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കിയിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അടിപൊളി, ഒന്നും പറയാനില്ല. ഒരു ഇത്തിരി ഉപ്പിൻ്റെ കമ്മി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് അത് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ ഉപ്പൊക്കെ എല്ലാ മീനിലും ഭാഗത്തൊക്കെ പിടിക്കും. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. വേറെ ഒരു കറികളും ഒരു സൈഡ് ഡിഷും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും 100% ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതാ നമ്മൾ കറിവേപ്പിലയൊക്കെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.